ദേ അതിരാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് 1 മണിക്കൂർ യാത്ര ചെയ്ത് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ പുറത്ത് പാദരക്ഷകൾ അഴിച്ചു വെച്ചു. ഭക്ഷണ പദാർത്ഥങ്ങൾ ബാഗിലുള്ളതുകൊണ്ട് ബാഗും പുറത്ത് വെച്ചു. ബാഗിൽ പണമടങ്ങുന്ന പേഴ്സുമുണ്ടായിരുന്നു. അകത്ത് കയറി ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോഴും ബാഗിലെ മണിപ്പേഴ്സിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. സർവചരാചരങ്ങളെയും നിലനിർത്തുന്ന ഭഗവാന് എൻ്റെ പേഴ്സ് സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുവാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. സർവവിധിയും പ്രദക്ഷിണം പൂർത്തിയാക്കി എങ്ങനെയോ പുറത്ത് കിടന്നു. ബാഗ് തുറന്ന് പേഴ്സ് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സമാശ്വസിച്ചത്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇത് തിരിച്ചറിവാണ്. നമുക്ക് ഈ പ്രപഞ്ചശക്തിയോടുള്ള, ഈ പ്രപഞ്ച ചൈതന്യത്തോടുള്ള, അഥവാ ഈശ്വരൻ എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ അങ്ങനെയുമാകാം, ആ ഒരു ശക്തിയോടുള്ള, മഹാശക്തിയോടുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ്, ആ ഉറപ്പിൽ നിന്ന് മാത്രമേ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു നാം ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനും സാധ്യത ഉള്ളൂ. പരിപൂർണമായ വിശ്വാസത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കൂ.